ആളെങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇതവിടെ ഡാൻസ് ചെയ്ത പെണ്ണല്ലേ? ആ, നല്ല രസമുണ്ടല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, വാ 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 പോവാ. എനിക്ക് ഇങ്ങോട്ടാണല്ലോ അവള് വന്നത്. എവിടെ പോയി? ഏതാ വീട്? ആർക്കറിയാം. നീ അതിലെ പോ, ഞാൻ ഇതിലേ വന്നേക്കാം. ഓക്കെ. എന്താ എന്താ എന്താ? അവള് വന്ന വണ്ടിയായത്. നോക്ക്, അതേ കാറ്. നാളെ മുതൽ നീ എന്താ ചെയ്യണമെന്നറിയോ? ഇവള് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഫോളോ ചെയ്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയണം. അതിനുശേഷം നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് പറയാം. ഞാൻ എന്തിനാ അവളെ ഫോളോ ചെയ്യണം? ഓക്കെ ഓക്കെ, ഞാൻ തന്നെ ഫോളോ ചെയ്യാം. എന്റെ തലയെടുത്തു. നിഷയ്ക്ക് ഡോഗ് എന്ന് വെച്ചാൽ ജീവനാ. സോ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിമ്മിനെ വെച്ച് അവളുടെ ജിമ്മിയെ കറക്കണം. സ്നേഹത്തിൽ മയങ്ങിയ ആ ജിമ്മി അവിടെ നിന്ന് മുങ്ങും. പട്ടിക്കുട്ടി കാണാതായ സങ്കടത്തില് അവള് കരഞ്ഞോണ്ടിരിക്കും. ആ സമയം നോക്കി നീ ജിമ്മിയെ കൊണ്ടുപോയി കൊടുത്താ നിമ്മിയും ജിമ്മിയും ഒന്നു ചേരും. അതുപോലെ നീയും നിഷയും ഒന്നു ചേരും. ഇതാണ് സീൻ. കുറച്ച് പഴയ സീനല്ലേ ഇത്? സീൻ പഴയതാ, പക്ഷേ നിഷയ്ക്ക് അത് പുതിയതാ. സോ ഉറപ്പായിട്ടും ഈ സീൻ വർക്ക്ഔട്ട് ആകും. ഓക്കെ, സോ യു ഗോ ആൻഡ് ഡു ഇറ്റ്. നല്ല അടിപൊളി ഐഡിയ, പക്ഷേ നീ ഡു ഇറ്റ്. Come on, go. Go, Timmy. Look at Jimmy. Look, Jimmy എത്ര ക്യൂട്ട് ആയിട്ടുണ്ടെന്ന്. Look at him. നായിക്കും ബ്രോക്കർ ചെയ്തു കൊടുക്കുന്നവരുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ജിമ്മിനെ കറക്റ്റ്. Yes, ഓട്. വെൽ ഡൺ ജിമ്മി, തകർത്തു നീ. Idiot. അയ്യോ, ഈവനിങ് നീ കറക്കിയെടുത്ത. എല്ലാം ശരിയായ മതിയായിരുന്നു. മച്ചു, ഇന്നലെ പബ്ബില് എത്ര പെണ്ണുങ്ങൾ നിന്നെ വായി നോക്കി നിന്നു നിനക്കറിയോ? നീ ഭയങ്കര സ്റ്റൈലാ, മാൻലി ആയിട്ടിരിക്കുന്നു. പക്ഷെ നിനക്ക് എപ്പോഴും ഭയങ്കര നാണാ. ഒന്ന് പോടോ, വെറുതെ കഥ പറയാതെ. നിന്നെ കണ്ട ഫ്ലേർട്ട് ആയിട്ടും തോന്നും, ഇന്നസെന്റ് ആയിട്ടും തോന്നും. അതാ നിന്നെ എല്ലാ ഗേൾസിനും ഇഷ്ടാവുന്നത്. അല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഞാൻ എന്ത് പറയാനാ, നല്ല സുന്ദരിയാണ്, നന്നായി സംസാരിക്കുന്നു. ഹലോ, സോറി കമ്മിങ്. ഓക്കെ, സോറി കാർത്തി, ഐ ഫോർഗോട്ട്. മോംസ് വെയിറ്റിംഗ്, ഹാവ് ടു ഗോ. പോകാലോ? പോകാം. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം. പൊസസീവ് സീൻ വർക്കൗട്ട് ചെയ്യാം. എന്താടാ ചെയ്യുന്നത്? നിന്റെ ഗേൾഫ്രണ്ട് ആണോ? ജസ്റ്റ് ഫ്രണ്ട്സ്. സ്റ്റിൽ സിംഗിൾ ആണോ? റെഡി ടു മിങ്കിൾ. കാർത്തിക്, അപ്പൊ സാറ്റർഡേ ഫ്രീ ആയിക്കോ. ഡിസ്കോയ്ക്ക് പോ. Oh yeah, sure. Okay, my friends are waiting. I'll see you later. Okay, bye. Bye. Okay. Bye, darling. നിന്റെ ഫ്രണ്ടാ? ഫ്രണ്ടാ. സാറ്റർഡേ ഫ്രീയാ? സാറ്റർഡേ ഫ്രീയാ. നമുക്ക് മീറ്റ് ചെയ്യാൻ. ബൈ. സാറ്റർഡേ മീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ കൺഫേം. പൊസസീവ് സീൻ വർക്കൗട്ട് ആയി. സാറ്റർഡേ നീ പോകുന്നു, അവളുടെ അടുത്ത് സംസാരിക്കുന്നു, അങ്ങനെയെല്ലാം സെറ്റ് ആവുന്നു. ഇനി മുതൽ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? ബൈ. അല്ലടി, അപ്പൊ അത്രേ ഉള്ളൂ? ഇനി മുതൽ പട്ടിന്റെ പുറകെ ഓടാൻ ഞാനില്ല. ഓക്കെ, ബൈ. ഓക്കെ. സാറ്റർഡേ റെഡി ആയില്ലെങ്കിൽ നമുക്ക് സൺഡേ മീറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഏത് തന്നെയുടെ ഫോണാടാ ബെല്ലടിക്കുന്നത്? സൈലന്റ് മോഡിൽ ഇട്ട് വെക്കടാ. സാർ, സാറിന്റെ ഫോൺ തന്നെ അടിക്കുന്നത്. ആ തെണ്ടി ഞാനായിരുന്നല്ലേ. ഹലോ, കാർത്തികേ. ഗണപതിയുടെ അമ്പലം നീ കണ്ടില്ലേ? അതിന്റെ അടുത്ത ബിൽഡിംഗ് 6th ഫ്ലോർ.
അതിലെങ്ങ് പോരെ. ആ ആക്ഷൻ. ഇരിക്കടി. ആ എന്താടി, നിങ്ങൾ തന്നെ വരും, എന്നിട്ട് പ്രേമിക്കും, കാശില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ദൂരേക്ക് എറിഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് നിന്റെയൊക്കെ കല്യാണത്തിന് വന്നിട്ട് ഗിഫ്റ്റും കൈ തന്നിട്ട് ശോകാനം പാടി താടിയും വളർത്തി നടക്കുന്നോർത്തോ? നോക്ക്, എനിക്ക് നിന്നെ മറക്കണം. സോ നിന്നെ പോലൊരു പെണ്ണിനെ നീ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തരണം, മനസ്സിലായോ? അയ്യോ നീ തരും. അയ്യോ, ഇതെന്താ എന്റെ കഥ നിങ്ങൾ സിനിമ എടുക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ സാറ് സംസാരിച്ചോണ്ടിരിക്കുന്നു. എടാ, ആഗ്രഹിച്ചെടുത്ത ഒരു സീനാ നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. ചേട്ടാ, ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ഇതെല്ലാം തെറ്റാ ചേട്ടാ. എന്താ ഡാർലിംഗ്, സാർ സുഖമാണോ? സുഖം തന്നെയാണ്. നിന്റെ കഥയാണോ ഇയാൾ അതെ എടുത്തോണ്ടിരിക്കുന്നത്? സാറേ. ബ്രേക്ക്. അപ്പോ ആ പെണ്ണ് നിന്നെ ടോട്ടലായിട്ട് മാറ്റിയിട്ട് അവളെ പോലെ തന്നെ വേറൊരു പെണ്ണിനെ റെഡിയാക്കി തന്നോ? സംഭവം കൊള്ളാമല്ലോടാ. കഥക്കകത്ത് 2 ഹീറോയിനാ? ആര്യമോൻ ചായ കുടിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സെക്കൻഡ് ഹീറോയിനിക്ക് ആൻഡ്രിയെ ഫിക്സ് ചെയ്തോളൂ. എന്തോന്ന്? ആൻഡ്രിയയോ? ഞാൻ വേറൊരു ഫീൽ ഇല്ലേ? എന്തോന്ന്? ഓക്കെ ഓക്കെ. ഹലോ, ആ പറയ് നിഷ. ഫോണിലാരാ, ഫസ്റ്റോ സെക്കൻഡോ? ശരി, ഞാൻ വന്നോളാം. സെക്കൻഡ് വൺ. ഓ സാറേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എവിടേക്കാ? സ്ഥലം വിട്. നിഷ ഫാം ഹൗസിൽ വരാൻ പറഞ്ഞേക്ക്. പിന്നെ എനിക്ക് ഐശ്വര്യം പോയിന്ന് കാണണം. ഞാൻ വേറെ ദിവസം വരാം സാറേ. രണ്ടുപേരും ഫാം ഹൗസിലേക്ക് വരുന്നു? അയ്യോ സാറേ, നിഷ മാത്രം അവിടെ വരുന്നത്. ശരി, ഓക്കെ സാറേ, പിന്നെ കാണാം. ശരി, ഓക്കെ സാർ. റെഡി ചെയ്തോളാം. ആര്യമോനെ, കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ കഥ. ക്ലൈമാക്സ് വേഗം പറയണം. ക്ലൈമാക്സിന് വേണ്ടി ഞാൻ അവന്റെ പുറകെ പോകേണ്ടി വരുമല്ലോ. എന്താ സംസാരിക്കാനുള്ളത്? എന്തായാലും സാറ്റർഡേ നീ അവളെ കാണാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് പിന്നെ ആ നിഷ അവരുടെ ഫാം ഹൗസിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. ഫാം ഹൗസിലേക്കല്ലേ വിളിച്ചത്? അങ്ങോട്ട് പോയാലെന്താ? നീ എന്താ ഇങ്ങനെ പറയുന്നേ? അവളുടെ ആ ഫാം ഹൗസിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ഗുലാം നടന്നു പോയാ? നടക്കും. കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം തെറ്റാണ്. നീ തന്നെ അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണ്ട. നാളെ അവള് നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവായിരിക്കും. നിന്റെ റെസ്പോൺസ് കണ്ട് അവൾ അങ്ങനെ ഫ്ലാറ്റ് ആകണം. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന മാത്രം ചെയ്യും, ഓക്കെ? നാളത്തെ ദിവസം പൗർണമിയാ ആണെങ്കിൽ പൊതുവേ പൗർണമിയുടെ അന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാകും. എന്ന് വെച്ചാ? അല്ല, എല്ലാവർക്കും ശരീരത്ത് ബ്ലഡ് പമ്പിങ് കൂടുതലായിരിക്കും. സോ അതുപോലത്തെ സമയത്ത് അവള് ഐ ടു ഐ ലവ് ഫീൽ നീ നോക്കിന്ന് വെച്ചോ, അവള് മുട്ടുകുത്തും. മുട്ടുകുത്തുക, ലവ് ഫീല്, ഇതെങ്ങനെ? ഷോ എങ്ങനെ ചോദിച്ചാ അങ്ങനെ മര്യാദക്കിരിക്കും, കാലിട്. ഇപ്പോ എന്റെ കണ്ണിനെ മാത്രം വളരെ റൊമാൻറ്റിക് ആയിട്ട് വളരെ ലവ് ഫീലിൽ നോക്കിക്കൊണ്ടേയിരിക്കെ. ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന പോലെ അല്ല നോക്കാൻ പറഞ്ഞത്. കുറച്ച് ലവ് ഫീൽ കൂട്ട്. ഓക്കെ, അവാ ഒന്ന് അടച്ചു വെക്കേ. വൃത്തിയായിട്ട ഫീല് കുറച്ചുകൂടി ഫീൽ ചെയ്യ് കാർത്തിക്. ഞാൻ ഫീൽ ചെയ്യാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചോണ്ടിരിക്കണം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചോട്ടെ? അത് വേണ്ട. അയ്യോ, അപ്പൊ എനിക്ക് ഫീൽ വരത്തില്ലല്ലോ. ശരി, എന്നാ പിടിച്ചോ. നീ അവളെ നോക്കുമ്പോ ഈ ലോകത്ത് നീ മാത്രം മതിയെന്ന് അവള് ഫീൽ ചെയ്യണം. വേറെ ആരും വേണ്ടെന്ന് അവക്ക് തോന്നണം. അല്ല ഐഷു, നീ നാളെയല്ലേ പൗർണമി എന്ന് പറഞ്ഞേ? ഇപ്പൊ തന്നെ ആ എനർജി സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നേ. നോക്ക്, ബ്ലഡ് എല്ലാം തരിച്ചു കയറുന്നു. ഞാൻ നിനക്ക് ക്ലാസ് എടുത്ത് നീ എന്നെ വെച്ച് പ്രാക്ടിക്കൽ ട്രൈ ചെയ്യുന്നു. ഇത് ശരിയല്ല, നീ പോ. എന്താ ഐഷു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അതിന്റെ ഫിനിഷിംഗ് എന്താന്ന് പറയാതെ പോന്നു. ഫിനിഷിംഗ് ഒന്നുമില്ല, നീ എന്തെങ്കിലും ഐഷു